എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു വെറൈറ്റിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പൊട്ടറ്റോ ഗാർലിക് റിംഗ് എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്നാക്കിനുള്ളത്. ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് റവ, 1 ടീസ്പൂൺ ചതച്ച മുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്താൽ മതി, കാരണം ഇവിടെ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് നമ്മൾ ഇതിൻ്റെ ഈ സ്നാക്കിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ വേറെ എണ്ണ ചേർത്താൽ കൊള്ളത്തില്ല. അപ്പോൾ 1 ടീസ്പൂൺ ബട്ടർ, പിന്നെ ആവശ്യത്തിന് മല്ലിയില. അപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ഞാനിവിടെ ഒരു 5 ഇടത്തരം വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞിരിക്കുന്നതാണ്. ഇനി 1 കപ്പ് വെള്ളവും ഇതിനാവശ്യമാണ്. വെളുത്തുള്ളിയുടെ മണവും ടേസ്റ്റും ഒക്കെ കൂടി ഈ സ്നാക്കിനുണ്ടാവും. പക്ഷെ അതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതിനേക്കാൾ ഇത്തിരിയും കൂടെ വെന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും ഇത്തിരിയും കൂടെ നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് എളുപ്പം കിട്ടും. ഇവിടെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതിയാകും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയില ചേർക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് റവ ചേർത്ത് ഒന്ന് വേകുന്ന വരയ്ക്കും ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ആയിരിക്കണം. അതുപോലെ നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. അതൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് 2 പൊട്ടറ്റോ വേവിച്ചതല്ലേ നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരുവിധം മിക്സിങ് ചെയ്താൽ മതിയാകും. ബാക്കി നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഒരുപാട് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ പെട്ടെന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. ഇത് ഈ ഫുൾ ബോളായിട്ട് വെച്ചിട്ട് പരത്തിയെടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് കുറച്ച് കുറച്ചായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒന്നിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടെ ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് ആദ്യം ചെയ്യുന്ന സമയത്തെ പാടുള്ളൂ. പിന്നെ നമുക്കിത് പെട്ടെന്ന് അത് ശരിയാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആ പരത്താൻ ഉപയോഗിക്കുന്ന കോലുണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എണ്ണയൊന്നും തടവിയിട്ടില്ല, പക്ഷേ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എണ്ണ തടവുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഉരുട്ടിയെടുക്കുന്ന ബോളിൽ നല്ലവണ്ണം എണ്ണയുണ്ട്. ആ എണ്ണ കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇനി നമുക്ക് റിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു നീറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നത്. ഇത് പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറയ്ക്കാൻ പാടില്ല. കട്ടി കുറയ്ക്കുകയാണെങ്കിൽ അത് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ടാകും. ഇവിടെ റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും അതുപോലെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് അടപ്പും ഉണ്ടല്ലോ, അതാണ് എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നത്. അത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല എളുപ്പം. അപ്പോൾ ഷാർപ്പ് എഡ്ജുള്ള ഒരു സ്റ്റീൽ അടപ്പാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പരത്തി വെച്ചിരിക്കുന്നത് ഒരുവിധം തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ 2 അടപ്പും വെച്ചിട്ട് ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പാർട്ടിലെല്ലാം അടപ്പ് വെച്ചിട്ട് റിങ് ഉണ്ടാക്കിയിട്ട് അതാണ് എടുത്ത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ തിക്നെസ് ഇങ്ങനെ റിങ് ഫോം ചെയ്തിട്ട് അത് എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആ റിങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ആ മാവ് എത്ര സോഫ്റ്റ് ആണെന്ന്. കാരണം അതിൻ്റെ ബാക്കി പാർട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇടയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും അത് വിട്ട് വിട്ട് പോകും. കുറച്ച് ക്ഷമയോടെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റിങ്ങിൻ്റെ ഷേപ്പാക്കാം, വേറെ ഏതെങ്കിലും ഷേപ്പാക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു റിങ്ങിൻ്റെ ഷേപ്പ് ആകുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാനും ഒരു ചാൻസ് ഉണ്ട്. 2 ഉരുളക്കിഴങ്ങ് വെച്ച് അത്യാവശ്യം കുറേ റിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ വേറെ ഒരു ഷേപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കേണ്ട എന്നുണ്ടെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് എടുക്കുക, 1/4 കപ്പ് റവ എടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ കഴിക്കാനാണ് നല്ലത്. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഇത് അത്രയ്ക്കൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല, അതിൻ്റെ ക്രിസ്പിനെസ്സും അത്രയ്ക്കും വരത്തില്ല. ഇവിടെ ഞാൻ റിങ്സ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. ഇതെപ്പോഴും ഫ്രൈ ചെയ്യുമ്പം ഹൈ മീഡിയം ഫ്ലെയിമാണ് എപ്പോഴും വെക്കേണ്ടത്. ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അത് മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് കരിഞ്ഞും പോകത്തില്ല, പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇവിടെ ഇടേണ്ട സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട. ഒരു 5 എണ്ണം 6 എണ്ണം അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് റിങ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ 5 എണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാൻ തുടങ്ങും. അത് ഒന്ന് ഫ്രൈ ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് തട്ടി വിടുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് സെപ്പറേറ്റ് റിങ് കിട്ടും. ഈ പൊട്ടറ്റോ ഗാർലിക് റിങ്ങിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത്, ആ പരത്തുന്ന സമയത്ത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. കാരണം അത് സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അത് കുറച്ച് ക്ഷമയോടെ ചെയ്യുവാണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നീട് അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇത് 4 മണിക്ക് കാപ്പിയുടെ കൂടെയും ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഒരുപാട് ടേസ്റ്റ് ഒന്നും പറയണ്ട, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. സ്നാക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാളും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്ന വടയുടെ കൂടെ കഴിക്കുന്ന ഒരു ചട്നി ഉണ്ടല്ലോ, ആ ചട്നിയുടെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ അങ്ങനെ വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റും കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.